ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമൂസിലൂടെയുള്ള കപ്പൽ യാത്രയിൽ നിർണായക പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താങ്കളും ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ ഒപ്പിട്ട 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. പക്ഷേ ഇറാനുമായുള്ള സമാധാന കരാർ പൂർത്തിയായില്ലെങ്കിൽ ഒരു ടോൾ ഈടാക്കിയേക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സംരക്ഷകരായി പ്രവർത്തിച്ചതിൻ്റെ ഫീസ് എന്ന നിലയിൽ അമേരിക്ക ഹോർമൂസിൽ ടോൾ ഈടാക്കിയേക്കുമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. അതായത് 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഹോർമൂസ് കടലിടുക്കിൽ ടോൾ ഉണ്ടായിരിക്കില്ല. 60 ദിവസത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ടോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ കരാർ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് സംരക്ഷണത്തിനായി നൽകിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഭാവിയിലുള്ളതുമായ ചെലവുകൾക്കായി US-ന് ടോൾ ഈടാക്കാം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിലെ ചെലവുകൾ സംബന്ധിച്ച് അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ വിമർശനം ഉയരുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രസ്താവന. അതുകൊണ്ട് എങ്ങനെ വേണം ഇതിനെ വിലയിരുത്താൻ? ഹോർമൂസേ, നീയാകുന്നു താരം, നീ തന്നെയാണ് നായകനും, നീ തന്നെയാണ് വില്ലനും. ഇതൊക്കെ തിരിച്ചറിയുന്നത് ഇറാനാണ്. ഹോർമൂസാണ് താരം, സംശയമൊന്നുമില്ല. കാരണം ഇതുവരെ ഇറാൻ്റെ പള്ളക്ക് ഇങ്ങനെ കിടക്കുകയാണ് ഹോർമൂസ് കടലിടുക്ക് കടന്ന് മാത്രമേ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനൊക്കൂ. എത്രത്തോളം തന്ത്രപ്രധാനമാണ് എന്നൊക്കെ എത്രയോ ഡിബേറ്റ് ചെയ്തതാണ് ലോകം. പക്ഷേ ഒരായുധം എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ അനന്തമായ സാധ്യതകൾ ഇറാൻ പ്രയോജനപ്പെടുത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ പിടിച്ചു നിന്നതും അമേരിക്ക എന്ന അതിശക്തമായ നാവിക ശക്തിയോട്, വായുസേനയോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഭൂമിശാസ്ത്രപരമായ ഇറാൻ്റെ ലൊക്കേഷൻ ആൻഡ് അഡ്വാൻറ്റേജ്, ഇൻ പർട്ടിക്കുലർ ഹോർമൂസിൻ്റെ സ്ഥാനമാണ്. ഇപ്പോൾ ഇറാൻ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഹോർമൂസ് ഇങ്ങനെ കിടക്കുകയാണ്. സ്വാഭാവികമായ ഒരു കടലിടുക്കാണ്. അപ്പോൾ ഈ കടലിടുക്ക് എന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ സ്വാധീന മേഖലയാവും എന്ന് പണ്ട് മുതലേ പേർഷ്യക്കാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഒരിക്കലും സ്വാധീന മേഖലയൊക്കെ ആണെങ്കിൽ പോലും ചരിത്രത്തിൽ ഒരിക്കലും പേർഷ്യൻസ് അല്ലെങ്കിൽ ഇറാനിയൻസ് ഹോർമൂസ് കടന്നു പോകുന്ന കപ്പലുകൾക്ക്, ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ കപ്പലുകളൊക്കെ ഓടുന്നുണ്ടായിരുന്നല്ലോ, അല്ല ചെറു യാനങ്ങൾ, അതിനൊന്നും തന്നെ അവിടെ ഒരു ചുങ്കം പിരിച്ചതായി അറിവില്ല. അതിന് യുദ്ധം വേണ്ടി വന്നു. ഫെബ്രുവരി 28, 2026 തുടങ്ങിയ അമേരിക്ക ഇറാനെതിരെ നടത്തിയ യുദ്ധം, ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആ യുദ്ധം ഒരു ടേണിംഗ് പോയിൻ്റായി മാറി. കാരണം മനസ്സില്ലാ മനസ്സോടെ ആവാം ഒരു പക്ഷേ ഇറാൻ ആ ഒരു അവസാന അടവ് പുറത്തെടുത്തു. ഹോർമൂസ് അങ്ങ് അടയ്ക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അടയ്ക്കാൻ തീരുമാനമെടുക്കുകയും അടയ്ക്കുകയും ചെയ്തത് അപ്പോഴാണ് മനസ്സിലാകുന്ന യുദ്ധത്തിൻ്റെ ഗതി തിരിഞ്ഞു വന്ന നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് അമേരിക്കയ്ക്ക് എത്തി എന്ന് പറയുന്നതിനേക്കാൾ എത്തേണ്ടി വന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം അത്രയ്ക്ക് മേലായിരുന്നു അമേരിക്കയുടെ മേൽ. അതിൻ്റെ പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്ക് കടന്നാണ് 20% of the world oil move through ഹോർമൂസ് സ്ട്രെയ്റ്റ്. സൗദി അറേബ്യയുടെയും UAEയുടെയും ഖത്തറിൻ്റെയും ബഹ്റൈൻ്റെയും കുവൈറ്റിൻ്റെയും ഇറാഖിൻ്റെയും എല്ലാം എണ്ണ കടന്നു പോകേണ്ട ഒരു ചോക്ക് പോയിന്റ് ആണല്ലോ ഹോർമൂസ്. ആ ഹോർമൂസ് നിയന്ത്രിക്കാൻ ഇറാനും ഒമാനും തുനിഞ്ഞിറങ്ങിയാൽ, ഒമാൻ്റെ ചെറിയൊരു ഭാഗം അങ്ങോട്ട് തള്ളി നിൽപ്പുണ്ട് ഹോർമൂസിൻ്റെ ദക്ഷിണ ഭാഗത്ത്. ഇത് രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഭാവിയിൽ ഒരു തീരുമാനമെടുക്കാം എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു കരാറാണ്. 14 നിർദ്ദേശങ്ങളിൽ ഒരു ഭാഗം ഹോർമൂസ് തുറന്നു കൊടുക്കുക എന്നത് തന്നെയാണ്. അത് ഇറാൻ അഗ്രേ ചെയ്ത കാര്യവുമാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് മാത്രമല്ല, എല്ലാ കപ്പലുകൾക്കും ഇപ്പോൾ ഹോർമൂസിലൂടെ കടന്നു പോകാം. കഴിഞ്ഞ ദിവസം 64 കപ്പലുകൾ കടന്നുപോയി. അതിന് മുൻപത്തെ ദിവസം 55 കപ്പലുകൾ കടന്നുപോയി. ചർച്ചകളുടെ ഇടയിൽ ഹോർമൂസ് തങ്ങൾ അടയ്ക്കുന്നു എന്ന് ഇറാൻ പറഞ്ഞു എങ്കിൽ പോലും പൂർണ്ണമായി അടച്ചതായി വിവരമില്ല, സ്ഥിരീകരിക്കത്തക്ക വിവരമില്ല. പക്ഷേ ഏത് നിമിഷവും ഡെമോക്രേസിൻ്റെ വാള് പോലെ ഗൾഫ് മേഖലയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ഹോർമൂസ് അടയ്ക്കും എന്ന ഇറാൻ്റെ ഒരു ഭീഷണി. ഇത് ഭീഷണിയായി കരുതി മുന്നോട്ട് പോവുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. മറ്റ് ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാലും മറ്റേതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രകോപനം സംഭവിച്ചാലും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇറാനെതിരെ പ്രസ്താവനകൾ വന്നാലും ശരി, ഹോർമൂസ് എന്ന ആയുധം ഇനി നിരന്തരം ഇറാൻ ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യതാപരമായി അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇനി നോക്കൂ,
ഇതുമായി ബന്ധപ്പെട്ട്, ഹോർമൂസുമായി ബന്ധപ്പെട്ട് അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ, അമേരിക്ക എന്ന് പറയുന്നത് ശരിയല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയ പ്രസ്താവനകൾ, ഹോർമൂസ് അടയ്ക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് അത് പിടിച്ചെടുക്കും. അത് മാത്രമല്ല, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന എണ്ണയുടെ മേൽ തങ്ങൾ അവകാശം ഉന്നയിക്കും. ഇതൊക്കെ പറയാനല്ലേ കൊള്ളൂ. ഇത് അമേരിക്കയുടെ എണ്ണയല്ലല്ലോ, മറ്റു രാജ്യങ്ങൾ വാങ്ങുന്ന എണ്ണ, വിൽക്കുന്ന എണ്ണ, അതിനുമേൽ അമേരിക്കയ്ക്ക് എന്ത് അവകാശം? ഇത് കീറിയ വാഗുകൊണ്ട് ട്രംപിന് പറയാമെന്നല്ലാതെ ഒരിക്കലും നടപ്പാക്കിയെടുക്കാനാവുന്നതല്ല. മാത്രമല്ല, ഹോർമൂസിൽ ഒരുപക്ഷെ തങ്ങളായിരിക്കും ചുങ്കം പിരിക്കാൻ പോകുന്നത്. അങ്ങ് അകലെ, അനേക കാതം അകലെ സ്ഥിതി ചെയ്യുന്ന അമേരിക്ക പറയുകയാണ്, മധ്യപൗരസ്യ പ്രദേശത്തെ സ്വാഭാവിക കടലിടുക്കായ ഹോർമൂസിന് മേൽ ബലം പ്രയോഗിച്ച് തങ്ങൾ പിടിച്ചെടുക്കുകയും അതിലേ പോകുന്ന അറബി കപ്പലുകൾക്കും ഇസ്രായേലി കപ്പലിനും ഇറാനിയൻ കപ്പലുകൾക്കും എല്ലാം തങ്ങൾ അങ്ങ് ചുങ്കം ഏർപ്പെടുത്താൻ മടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീൺവാക്കുകളല്ലേ? അപ്പോൾ ഹോർമൂസ് എന്നത് സ്വാഭാവിക കടലിടുക്കാണ്. ഇറാൻ സൃഷ്ടിച്ചതല്ല, UAE ഒമാനോ സൃഷ്ടിച്ചതല്ല, പ്രകൃതിദത്തമായി ഉണ്ടായി വന്നതാണ്. കോണ്ടിനെൻ്റൽ പ്ലേറ്റുകൾ ഷിഫ്റ്റിങ്ങിലൂടെ ആ പ്രദേശം രൂപപ്പെട്ടു. അങ്ങനെയാണല്ലോ ഭൂമി മുഴുവൻ ഈ രൂപത്തിൽ രൂപപ്പെട്ടതെല്ലാം തന്നെ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയും, ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്. അതനുസരിച്ച് ഇങ്ങനെ കോണ്ടിനെൻറ്റുകൾ മാറി, രൂപവും ഭാവവും മാറി, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ട് രൂപപ്പെടുന്നതാണല്ലോ ഭൂപ്രകൃതി, അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ഘടനയും ഉപരിതലവും ജലവും കടലിടുക്കുകളും എല്ലാം തന്നെ. അതിനെ ഏതെങ്കിലും ഒരു രാജ്യം സ്വകാര്യ സ്വത്താക്കി മാറ്റി എടുക്കുന്നത് മാനവികതയല്ല, മാനവരാശിയോട് കാട്ടുന്ന വെല്ലുവിളി. അത് ഇറാൻ ചെയ്താലും അമേരിക്ക ചെയ്താലും തെറ്റ് തന്നെയാണ്. എന്താണ് ആവശ്യം? ഫെബ്രുവരി 28 മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ഹോർമൂസ് മടങ്ങണം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് അതിലെ പ്രവേശിക്കാനും നികുതിയില്ലാതെ, തീരുവയില്ലാതെ, ടോളില്ലാതെ, കപ്പം കൊടുക്കാതെ പ്രവേശിക്കാൻ കഴിയണം, അതിലെ എണ്ണ കൊണ്ടുപോകാനും കഴിയണം. അതിന് മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് മാനവരാശിയുടെ, ലോകത്തിൻ്റെ അഭിപ്രായം. അതാണ് ഇവിടെ ഈ സാഹചര്യം എത്തിച്ചു നിർത്തിയതിന് പിന്നിൽ അമേരിക്കയുടെ കാൽക്കുലേഷൻ പിശകുണ്ട്. ഇറാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അളമുട്ടിയത് കൊണ്ടാണ് ഇറാന് മറ്റു വഴികളില്ലാതെ പോയി. ഹോർമൂസ് എന്ന ആ ഒരു തുറുപ്പ് ചീട്ട ഇറക്കി കളിക്കേണ്ടി വന്നു. ഹോർമൂസിനെ ആയുധമായി, ഒരു വലിയ കവചമായി ഉപയോഗിക്കേണ്ടി വന്നു. അത് ഉപയോഗിച്ചത് കൊണ്ട് ഇറാന് നേട്ടമുണ്ട്. ഹോർമൂസ് മാത്രമല്ല, ഹോർമൂസിന് അക്രോസ് ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആൻഡ് അക്രോസ് പേർഷ്യൻ ഗൾഫ് ഉള്ള രാജ്യങ്ങളിലെ എല്ലാം അമേരിക്കൻ താവളങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ പായിച്ചു എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നീതീകരിക്കാനാവാത്തതാണെന്ന് തോന്നാമെങ്കിലും അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ രാജ്യങ്ങൾ നിലയ്ക്ക് നിന്നതും വരുതിയിലായതും. അല്ല എങ്കിൽ ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുങ്ങിയതും അതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഇറാൻ കീഴടങ്ങാതെ നിവൃത്തിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം. അതുകൊണ്ട് ഇതിന് ഗുണവും ദോഷങ്ങളും, ഇറാൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അവിടെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇത് പിടിച്ചെടുക്കും. ഇത് പിടിച്ചെടുക്കാൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നാണമില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദൂതന്മാരെ വിട്ട് ഇറാനുമായി ചർച്ച ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു വിഷയം ഹോർമൂസ് തന്നെയാണ്. ഹോർമൂസിലൂടെ സുഗമമായി എണ്ണ വ്യാപാരം ഉണ്ടാകണം എന്നതാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇതാണ്. ഇത്രയും നിരന്തരമായി ട്രംപിൻ്റെ പ്രസ്താവനകൾ വരുമ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നത് 60 ദിവസത്തേക്ക് ഒരു നയാ പൈസ ഞങ്ങൾ പിരിക്കില്ല, അതിലൂടെ കപ്പലുകൾക്ക് നിർബാധം സഞ്ചരിക്കാം. ആകെയുള്ള തടസ്സം ഇറാൻ തന്നെ വിന്യസിച്ച ചില മൈനുകളാണ്. ഈ മൈനുകൾ നീക്കം ചെയ്യുന്നത് ദ്രുതഗതിയിൽ ഉണ്ടാകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ ഒരു മെല്ലപ്പോക്ക് അക്കാര്യത്തിൽ പ്രകടമാണ് എന്ന് പല ഗൾഫ് രാജ്യങ്ങളും പറയുന്നു. കാരണം ഇറാന് മാത്രമേ അറിയൂ എവിടെയൊക്കെയാണ് കടലിൻ്റെ അടിത്തട്ടിൽ പ്ലാന്റ് ചെയ്ത മൈനുകൾ ഉണ്ടാവാം, മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മൈനുകൾ ഉണ്ടാകാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മൈനുകൾ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായി നീക്കം ചെയ്യണം. അതിനൊരു സഹകരണം ആവശ്യമാണ്. ജർമ്മൻ മൈനിങ് വിദഗ്ധന്മാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്. ഇവരെല്ലാം തന്നെ വന്ന് അത് മാസങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ നിലവിൽ ഗൈഡ് ചെയ്താണ് ഷിപ്പുകൾക്ക് പോകാൻ കഴിയുന്നത്. അത് നാവിഗബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്ന നിർദ്ദിഷ്ട പാതയിലൂടെ ആണ് പോകാൻ കഴിയുന്നത്. ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇറാൻ്റെ അനുവാദത്തോട്, പണമൊന്നും തരണ്ട, ടോളൊന്നും തരണ്ട, പക്ഷേ ഇറാൻ്റെ അനുവാദത്തോടു കൂടി ഇറാൻ നാവിഗേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് എത്ര കാലം മുന്നോട്ട് പോകും? ഇറാൻ്റെ നാവിഗേഷൻ ഗൈഡൻസ് പോലും ഇല്ലാത്ത രീതിയിൽ പോകാവുന്ന സാഹചര്യം ഒരുക്കണം. അതാണ് ഹോർമൂസിൻ്റെ ആവശ്യം. ഇപ്പോഴത്തെ നിലയിൽ ഹോർമൂസ്
ഒരു വിലപേശലിന് വേണ്ടി ഉപയോഗിക്കുന്നു. ചർച്ചകൾ ഏതെങ്കിലും രീതിയിൽ വഴിമാറി പോകുന്നുവെങ്കിൽ ഹോർമൂസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് രണ്ട് ഭാഗവും അമേരിക്ക അത് പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഇറാൻ അത് ബ്ലോക്ക് ചെയ്യും, വീണ്ടും ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ആ രീതിയിൽ ഹോർമൂസിൽ തട്ടി ചർച്ചകൾ തകരുമോ എന്നതിൽ മാത്രമാണ് ഭയാശങ്ക. പക്ഷേ ഇവിടെ ഇറാൻ മാത്രമല്ല, പേർഷ്യൻ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഈക്വലി കൺസേൺഡ് ആണ്. ഹോർമൂസിൽ തട്ടി ചർച്ച തകരരുത് എന്നവരാഗ്രഹിക്കുന്നു. 60 ദിവസം കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ചർച്ചകളുടെ കാലം 60 ദിവസമാണ്, അന്തിമ കരാർ 60 ദിവസത്തിനുള്ളിൽ ഒപ്പിടും എന്നാണ് പറയുന്നത്. അല്ല എങ്കിൽ വേണമെങ്കിൽ ഉഭയകക്ഷി ധാരണയുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളുടെ ഡേറ്റ് കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകാം. ആ വെടിനിർത്തൽ കാലാവധി കുറച്ചുകൂടെ നീളും, ഒരു പക്ഷേ 90 ദിവസം, ചിലപ്പോൾ 100 ദിവസം, മാസങ്ങളോളം നീണ്ടു പോയേക്കാം. എങ്കിലും അന്തിമ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹോർമൂസിൽ എന്ത്? ആ ചോദ്യം ഇപ്പോൾ തന്നെ വ്യാപകമായി ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു നിശ്ചിത തുക ഇറാൻ ഈടാക്കും എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്ന സൂചനകൾ. നിലവിലില്ലാതിരുന്നതും മുൻപില്ലാതിരുന്നതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുമായ ഒരു ഭീഷണിയാണ്. അമേരിക്ക അതിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങനെ വന്നാൽ തങ്ങൾ ബലം പ്രയോഗിച്ച് അവിടെ പിടിച്ചെടുത്ത് തങ്ങൾ പണം ഉണ്ടാക്കും, നികുതി പിരിക്കും, ടോൾ പിരിക്കും. എന്നിട്ട് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ, കോമ്പൻസേഷൻ എന്ന നിലയിൽ തങ്ങൾ ആ പണം വിനിയോഗിക്കും എന്നുവരെ അമേരിക്ക പറഞ്ഞു വെച്ചു. ഇറാൻ പറയുന്നത് തങ്ങളുടെ ഇക്കോണമി പുനരുദ്ധരിക്കാൻ പണം ആവശ്യമുണ്ട്, നിങ്ങളാണ് ഞങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്തത്, ഞങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, തങ്ങളുടെ എണ്ണ വിറ്റ് കിട്ടുന്ന പണം ഉണ്ട്, അതോടൊപ്പം തന്നെ ഹോർമൂസിലൂടെ കടന്നു വരുന്ന കപ്പലുകളിൽ നിന്ന് പിരിക്കുന്ന നിശ്ചിതനം ചുങ്കം ദീർഘകാല അടിസ്ഥാനത്തിൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ അത് ആവശ്യമായി വരും എന്ന് ഇറാനും പറയുന്നു. അപ്പോൾ ഹോർമൂസ് ഇപ്പോഴും ഫ്ലാഷ് പോയിന്റ് തന്നെയാണ്. സംഘർഷം ഇല്ല എങ്കിൽ പോലും ഹോർമൂസിനെ ചൊല്ലി ഇനിയും ഏറെ വാദപ്രതിവാദങ്ങൾ നടക്കാൻ സാധ്യത ഏറെയാണ്. ഓക്കെ സാർ, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ 60 ദിവസത്തെ കാലാവധി പൂർത്തിയാക്കി സമാധാനം യാഥാർത്ഥ്യമായാലും ഹോർമൂസ് എന്നും ലോക സമ്പദ് വ്യവസ്ഥയെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുമോ? ഹോർമൂസ് ഇനി എന്നും തർക്ക വിഷയമാകുമോ എന്നാണ് ഉദ്ദേശിച്ചത്, അതോ കരാറിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാകുമോ? ഹോർമൂസ് സംബന്ധമായ ഒരു തീർച്ചമൂർച്ച അന്തിമ കരാറിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാൻ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഹോർമൂസ് എന്ന പൊന്മുട്ടയിടുന്ന താറാവാണ്, അത് പ്രകൃതിദത്തമായി ഉള്ളതാണ്. ഇറാന് അവിടെ സ്വാഭാവികമായ മേൽക്കൈയുമുണ്ട്. അമേരിക്കയ്ക്ക് അവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ഇറാൻ ശ്രമിക്കുന്നതിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ആ രീതിയിലാണ് ജിയോഗ്രഫി. ഇറാൻ്റെ ചരിഞ്ഞ് വരുന്ന മലനിരകളിൽ നിന്നുകൊണ്ട് ഹോർമൂസിനെ ലക്ഷ്യമാക്കാൻ, ആ പേർഷ്യൻ ഗൾഫ് മേഖലയെ ആകമാനം ലക്ഷ്യമാക്കാൻ ഇറാൻ്റെ മിസൈലുകൾ കഴിയും. അതുകൊണ്ട് ഷിപ്സ് കടന്നു പോകുമ്പോൾ, ഓയിൽ ടാങ്കേഴ്സ് അല്ലെങ്കിൽ മറ്റ് കണ്ടെയ്നർ ഷിപ്പുകൾ ഹോർമൂസ് വഴി കടന്നു പോകുമ്പോൾ ഈസിയായി ഇറാൻ്റെ ഗൺബോട്ടുകൾക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് അത് ലക്ഷ്യം വയ്ക്കാൻ സാധിക്കും എന്നുകൂടി ഓർക്കണം. ഇറാൻ അനേക തന്ത്രങ്ങൾ ഈ യുദ്ധത്തിനിടയിൽ ഉപയോഗിച്ചു എന്നുകൂടി ഓർക്കണം. ഒരു അമേരിക്കൻ കപ്പൽ അപകടകരമായ രീതിയിൽ ഇറാനിയൻ തീരത്തോടടുത്ത് വന്നപ്പോൾ ഇറാനിയൻ ഗൺബോട്ടുകൾ, ഒരു 12 ഗൺബോട്ടുകൾ ചുറ്റും ഇങ്ങനെ പോയി. അപ്പോൾ അവർ ലക്ഷ്യം തെറ്റി മനഃപൂർവ്വമായി ആ കപ്പലിൻ്റെ നേരെയല്ല, പക്ഷേ വെടിയുതിർത്തു. ആ വെടിയുതിർത്തപ്പോൾ തന്നെ റേഡാർ സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും കപ്പലിൽ നിന്നും ആക്റ്റീവായി പുറത്തു വന്നു, അല്ലെങ്കിൽ അത് ഡിസ്പ്ലേയിലേക്ക് വരികയാണ്. അത് ലക്ഷ്യമാക്കി ഇറാൻ്റെ മിസൈലുകൾ തൊടുക്കപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോൾ അതിനർത്ഥമെന്ന് പറയുന്നത് പല രീതിയിലുള്ള തന്ത്രങ്ങൾ, ഇറാന് ഈ ഹ്രസ്വദൂര ഗൈഡഡ് മിസൈലുകളുണ്ട്, അത് കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കാൻ എളുപ്പമാണ് എന്നതാണ് ഒരു മണ്ഡലത്തിലെ അറിവ്. ഇതുകൊണ്ട് തന്നെ ഭീതിയോടുകൂടി അല്ലാതെ, ഇറാൻ്റെ അനുവാദമില്ലാതെ, അംഗീകാരമില്ലാതെ, ഒരു കൺസെൻറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു മൗനസമ്മതമില്ലാതെ അതിലെ കപ്പൽ ഗതാഗതം അസാധ്യമാണ് എന്നത് ഇറാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനൊരു വില കൊടുക്കേണ്ടി വരുമോ, കപ്പം പിരിക്കേണ്ടി വരുമോ, അതോ അന്തിമ സമാധാന കരാറിന് ഉള്ള ഒരു നീക്കമെന്ന നിലയിൽ ഇറാൻ തങ്ങളുടെ അവകാശവാദത്തിൽ നിന്ന്, ഇത് അവകാശവാദം മുൻപില്ലായിരുന്നതും ഇപ്പോൾ പുതിയതായി ഉണ്ടായതുമായ അവകാശവാദം മാത്രമാണ് കപ്പം പിരിക്കുക എന്നത്. അതിൽ നിന്നും ഇറാൻ മിക്കവാറും പിന്നോട്ട് പോകേണ്ടി വരും. ഇറാൻ നഷ്ടപരിഹാരം മറ്റൊരു വിഷയമാണ്.
അല്ലാതെ നിരന്തരം നൂറ്റാണ്ടുകളോളം ഇനിയും അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്കെല്ലാം കപ്പം എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ഇന്ത്യയുടെ കപ്പലുകൾ ഉൾപ്പെടെ അതുവഴി കടന്നുപോയി ഇറാന് കപ്പം കൊടുത്തുകൊണ്ട് കടന്നുപോയി എണ്ണ സ്വീകരിച്ച് തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ അതത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. ലോകരാജ്യങ്ങളൊന്നും ആ വിഷയത്തിൽ ഒരു പക്ഷേ ഇറാനോടൊപ്പം നിൽക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷേ മറ്റു കാര്യത്തിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടു, ഇറാനോട് ഐക്യദാർഢ്യമുണ്ട്, ഒരുപാട് രാജ്യങ്ങൾക്ക് അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മറുവശം. അതുകൊണ്ട് ഹോർമൂസ് തുടർന്നും ഒരു തർക്ക വിഷയമായി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈ സ്കിൽ ഇൻ നെഗോസിയേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉള്ള നെഗോസിയേറ്റേഴ്സ് ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്താൻ പോകുന്നത് ഇപ്പോൾ ആണവ നിർവ്യാപനത്തിനല്ല. അതൊക്കെ ഇപ്പോൾ അങ്ങ് ബാക്ക് ബേണറിലായി കഴിഞ്ഞു. ഈ വിഷയം ഹോർമൂസ് വിഷയമേ ആയിരുന്നില്ലല്ലോ. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹോർമൂസ് ഒരു വിഷയമായിരുന്നില്ലല്ലോ. ആകെ ഉണ്ടായിരുന്ന വിഷയം ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ചർച്ചയുടെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഒന്നുമല്ല. അത് ഏതാണ്ട് ഒരു ധാരണയായി ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. അതേ നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പുതിയൊരു സംഭവമൊന്നുമല്ല. ഇറാൻ പുതിയതായി പറഞ്ഞതല്ല. തങ്ങൾ ഇനിമേൽ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇറാൻ. കാരണം ആദ്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ തിരുത്തി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഹോർമൂസ് അങ്ങനെയല്ല. ഹോർമൂസിൻ്റെ മേൽ ഇറാൻ ഇപ്പോൾ പുലർത്തുന്ന ഒരു മേധാവിത്വം, ആധിപത്യം, സ്വാധീനം അത് അവസാനിപ്പിക്കുകയും അതിലെ സുഗമമായ മുൻപുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്യുക എന്നത് ഒരു സമഗ്രമായ കരാറിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു കരാർ ഒപ്പിട്ടാലും, ഇറാനും അമേരിക്കയും തമ്മിലൊരു കരാർ ഒപ്പിട്ടാലും അവിടെ ഇസ്രായേൽ പങ്കാളികളല്ല, അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC മേഖലയിലെ രാജ്യങ്ങൾ പങ്കാളികളല്ല. അവരുടെയും കൂടെ എണ്ണയാണ് ഹോർമൂസ് വഴി മുന്നോട്ട് പോകേണ്ടത്, പുറത്തോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ 2-3 ഡയമെൻഷൻസിൽ തന്നെ കാണാം. നാളുകളിൽ എണ്ണയുടെ ഒരു പ്രസക്തി കുറഞ്ഞു വന്നേക്കാം. അതായത് ക്രൂഡ് ഓയിലിൻ്റെ പ്രസക്തി ദീർഘകാല ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഓയിൽ ഈസ് സ്റ്റിൽ ബുള്ളിഷ്. അതേസമയം ഒരു 20-30 years ടൈം ഫ്രം നൗ, ആ സമയത്ത് 20 വർഷത്തിന് ശേഷമുള്ള സമയത്ത്, അല്ലെങ്കിൽ 30 വർഷത്തിന് ശേഷം ലോകം ഹൈഡ്രോ കാർബൺ യുഗത്തിൽ നിന്നും അടുത്ത ഒരു ഇറയിലേക്ക് മാറും. പുതിയ ഊർജ്ജ ഉപാധികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് കൊമേഴ്ഷ്യലി വയബിളായി ഉണ്ടാക്കി വരുന്നതാണ്. സോളാർ ആകട്ടെ, ഹൈഡ്രജൻ ആകട്ടെ, മറ്റു കാര്യങ്ങളായിക്കൊള്ളട്ടെ, റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ പ്രസക്തി കുറയും. എങ്കിലും അവിടെ ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. അതാണ് ലോങ് ടേം. പക്ഷേ ഷോർട്ട് ടേമിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഹോർമൂസിലൂടെ ലോകത്തിൻ്റെ എണ്ണയുടെ 20% കടന്നു പോകുന്നു. ഇനി ഒരു പക്ഷേ 10%, 15% ആവും യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ കരാറിന് ശേഷം. ആ ശിഷ്ട എമൗണ്ട് ഒരുപക്ഷെ കടന്നു വരുന്നത് അമേരിക്കയിലും വെനിസ്വേലയിലുമുള്ള വർദ്ധിച്ച ഉൽപ്പാദനം. അമേരിക്ക നയം മാറ്റിയിരിക്കുന്നു. ഡ്രിൽ ബേബി ഡ്രിൽ എന്നതാണ് അമേരിക്കയുടെ നയം, ട്രംപിൻ്റെ പുതിയ അമേരിക്കയുടെ നയം. അതിനർത്ഥം മുൻകാലങ്ങളിൽ ചീപ്പ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് ഹോർമൂസ് കടലിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എണ്ണ ഉത്പാദനം പരമാവധി ഉണ്ടാവട്ടെ. അവിടെയാണ് ഈ വില കുറഞ്ഞ രീതിയിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുക. അവിടെ ഉണ്ടല്ലോ, അവരെടുക്കട്ടെ, തങ്ങൾ റിസർവായി വെച്ചുകൊള്ളാം എന്നായിരുന്നു അമേരിക്കയുടെ നയം. പക്ഷേ അങ്ങനെയല്ല. തങ്ങൾ റിസർവ്സ് എല്ലാം പരമാവധി ഓയിൽ ഡ്രില്ലിംഗ്, റിഗുകൾ പ്രവർത്തിക്കട്ടെ, ഡ്രില്ലിംഗ് വരട്ടെ, തങ്ങൾ ലോകത്തെ അങ്ങ് പൊള്യൂട്ട് ചെയ്യും, ലോകത്തിനെന്ത് സംഭവിച്ചാലും ശരി തങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് അമേരിക്ക. അതുകൊണ്ടാണ് പല പ്രോട്ടോക്കോളുകളിൽ നിന്നും, പാരീസ് പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിൽ നിന്നും ഈ അമേരിക്ക പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് WHO നിന്നും മാറി നിന്നു. അമേരിക്കയ്ക്ക് പുറത്ത് ചിലവാക്കാൻ പണമില്ല എന്നാണ് ട്രംപിൻ്റെ നയം. ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഏറെ ചിലവാക്കി അതിന് ഏറെ പഴി കേൾക്കുന്നു. ഇറാന് കോമ്പൻസേഷൻ കൂടി കൊടുക്കേണ്ടി വരുമ്പോൾ അമേരിക്കൻ ജനത ഒരുപാട് ചോദ്യങ്ങൾ ട്രംപിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനുള്ള മറുപടി, ദീർഘകാല മറുപടി ട്രംപിന് കൊടുക്കാനുള്ള മറുപടി ഇതാണ്: നിങ്ങൾ പേടിക്കേണ്ട, എൻ്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശമൊന്നും ആയിരുന്നില്ല. അവിടെ ആകെ കുഴയുമ്പോൾ ഇറാൻ അവിടെ പിടിമുറുകും. ഇറാൻ ഹോർമൂസ് നിയന്ത്രിച്ചു തുടങ്ങും, കപ്പം പിരിച്ചു തുടങ്ങും, അതിലെയുള്ള എണ്ണയുടെ സുഗമമായ വരവ് കുറയും. ആ പ്രദേശത്തുനിന്ന് എണ്ണയ്ക്ക് ലേശം വില ഒരുപക്ഷെ കൂടും. അങ്ങനെ തങ്ങളുടെ എണ്ണ, അമേരിക്കൻ എണ്ണ, അമേരിക്ക തന്നെ നിയന്ത്രിക്കുന്ന വെനിസ്വേലൻ എണ്ണ ലോക വിപണികളിൽ എത്തിക്കാൻ കഴിയും. തങ്ങളുടെ എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടും. അതുകൊണ്ട് വില കോമ്പറ്റീഷൻ അനുസരിച്ച് വില തങ്ങൾക്ക് കോമ്പറ്റിറ്റീവായി നിർത്തണമെങ്കിൽ ഗൾഫ് മേഖല അശാന്തമായിരിക്കണം, ഹോർമൂസ് അശാന്തമായിരിക്കണം എന്ന ഒരു ചിന്ത ട്രംപിൻ്റെ മനസ്സിലുണ്ട് എന്ന് പലരും ചിന്തിക്കുന്നു. അതിൽ ലേശം സത്യം ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് കേൾക്കുന്ന ഹോർമൂസിനെ കുറിച്ച് പുറത്ത് കേൾക്കുന്ന അമേരിക്കയ്ക്ക് അവിടെ സമാധാനമാകണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഗൂഢമായ ചില അജണ്ടകൾ
ഹോർമോസ് പ്രതിസന്ധിക്ക് പിന്നിലുണ്ടോ എന്നുകൂടി ആലോചിക്കേണ്ട സമയമാണ് ഇത്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഹോർമൂസ് എന്നും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ട്രംപ് പറഞ്ഞത് സംഭവിക്കുമോ, അതോ ഹോർമൂസിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നതൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്.